ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സിങ് ചെയ്യാനും പരിചയപ്പെടാനും പോകുന്നത് ഒരു TWS ആണ്. നിങ്ങളൊരു 3000 രൂപയുടെ റേഞ്ചിൽ അല്ലെങ്കിൽ 3000 രൂപയുടെ താഴെ നിങ്ങളൊരു TWS നോക്കുന്നുണ്ടെങ്കിൽ, അത് നല്ല ക്വാളിറ്റി TWS നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് റിയൽമിയുടെ ബഡ്സ് എയർ 7 എന്ന് പറഞ്ഞ മോഡലാണ്. റിയൽമിക്കാരുടെ ലേറ്റസ്റ്റ് മോഡലാണ്. ഇതിൻ്റെ ഒരു പ്രോ വേരിയൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു 5000 രൂപ റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ നോക്കാവുന്ന രണ്ട് മോഡൽസുകളാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും പറയാറുള്ളതാണ്, TWSന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടിപ്പോൾ കുറച്ച് കാലമായി പറയാറുള്ളതാണ്, ഈ ലോക്കൽ കൂതറ സാധനങ്ങളൊന്നും വാങ്ങിക്കരുത്. ബോട്ട്, നോയ്സ്, ഇവന്മാരൊക്കെ തനി ലോക്കൽ ഐറ്റംസ് ചൈനയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് റീബ്രാൻഡ് ചെയ്ത് വിൽക്കുന്ന പരിപാടികളാണ്. ബോട്ട് ഇപ്പോൾ അങ്ങനെ വിറ്റ് ഭയങ്കര വലുതായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അവർ IPO ഒക്കെ ചെയ്യാൻ പോവാണ്. അങ്ങനെ വലുതായി ഇപ്പോൾ കുറച്ചൊക്കെ അവർ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അതും അവർ തന്നെ സെപ്പറേറ്റ് വേറെ തേർഡ് പാർട്ടി കമ്പനിക്ക് കൊടുത്തൊരു മാനുഫാക്ചർ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ബാക്കി നിങ്ങൾ ഇതുപോലത്തെ കുറേ ഉണ്ടല്ലോ, നോയ്സ്, ഫയർ ബോൾട്ട്, എല്ലാം ലോക്കൽ പച്ച കൂതറ സാധനം എന്നൊക്കെ പറയില്ലേ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ കൂതറ സാധനം, നമ്മുടെ കുന്നംകുളത്ത് നിന്ന് സാധനം കിട്ടുന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ സാധനങ്ങൾ ചൈനയിൽ പോയിട്ട് ബൾക്കായിട്ട് എടുത്തിട്ട് വന്നിട്ട് റീബ്രാൻഡ് ചെയ്തിട്ട് ചുമ്മാ അവരുടെ ബ്രാൻഡ് റീബ്രാൻഡ് ചെയ്യും. പണ്ട് നമ്മളെ കുറേ നമ്മുടെ ലാവ മോട്ടോർ, നമ്മുടെ എന്താ പറയുക, കുറേ ഇന്ത്യൻ ബ്രാൻഡ്സ് ഫോൺ ഉണ്ടായിരുന്നല്ലോ, അവർ ചെയ്യുന്ന അതേ പരിപാടി തന്നെ. ചൈനയിൽ പോയിട്ട് ഒരു മോഡൽ ഫോൺ എടുക്കും, ബൾക്കായിട്ട് ഓർഡർ ചെയ്യും. ഇത് ഓർഡർ ചെയ്യുമ്പോൾ അവരുടെ ബ്രാൻഡിങ് ഒന്നും ഉണ്ടാവില്ല. അത് ആക്ച്വലി അവർ ചൈനീസ് കമ്പനികൾ അങ്ങനെ കുറേ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ അവർ സാധനം ഇന്ത്യയിലേക്ക് എത്തിയിട്ട് അവരുടെ ബ്രാൻഡിങ് ആകുമ്പോൾ അടിയും. അത്രേ ഉള്ളൂ സംഭവം. നമ്മുടെ OSലും ചെറുതായിട്ട് ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ട്, OS എന്ന് വെച്ചാൽ അവരുണ്ടാക്കൊന്നുമില്ല, അവരുടെ ബ്രാൻഡ് നെയിം കൊടുക്കാനുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ 10 പൈസയുടെ ചിലവില്ല, 100 രൂപയ്ക്ക് അവിടെ നിന്ന് വാങ്ങിക്കും, ഇവിടെ 1000 രൂപയ്ക്ക് വെക്കും. അതാണ് അവരുടെ ലാഭം. അങ്ങനെയാണ് ബോട്ട് ഇത്ര വലുതായത്. അപ്പോൾ ഞാനത് സ്ഥിരം ഫുൾ വീഡിയോയിൽ പറയാറുള്ളതാണ്. അപ്പോൾ എന്താ വെച്ചാൽ കുറേ ഇവർ ഈ ബഡ്ജറ്റ് സീരീസിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ ഈ ലോക്കൽ ബ്രാൻഡുകൾ വാങ്ങിക്കുന്നുണ്ട് 10 പൈസയ്ക്ക്. എന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ എന്താ പറയുക, നമ്മുടെ ഈ TWSലും സംഭവത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പാർട്സുകൾ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഭയങ്കര ചീപ്പ് ക്വാളിറ്റി സാധനങ്ങളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ TWS നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ ചെവിക്കൊക്കെ കേടാണ്. അപ്പോൾ ഈ ചീപ്പ് സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലോ, അപ്പോൾ അത് TWS ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, അപ്പോൾ അത് ആപ്പിളിൻ്റെ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെവിക്ക് കേടാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ലോക്കൽ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലോ, അപ്പോൾ ഒന്നുകൂടി ഇതായിരിക്കും. അപ്പോൾ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ കുറേ പേര് ഇപ്പോൾ ഗെയിമിങ്ങിനായിട്ടും ഒക്കെ ഈ സാധനങ്ങൾ റെഗുലറായിട്ട്, പ്രത്യേകിച്ച് ടീനേജ് പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ഇത് കുറേ നേരം ദിവസത്തിലേക്ക് മണിക്കൂറുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നല്ല ക്വാളിറ്റി സാധനങ്ങളെങ്കിലും വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് ആക്ച്വലി നല്ല ബ്രാൻഡുകളൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഒരു 1800 തൊട്ടൊക്കെ നമുക്ക് നല്ല ബ്രാൻഡുണ്ട്. അതായത് റിയൽമി, ഓപ്പോൻ്റെ അവൈലബിൾ ആണ്, OnePlus അവൈലബിൾ ആണ്. OnePlus ആക്ച്വലി 1500 രൂപയ്ക്ക് നമുക്കൊരു മോഡൽ. ഞാൻ അതെല്ലാം ടാഗ് ചെയ്യാട്ടോ, നിങ്ങൾക്ക് ആ ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് റിയൽമിയുടെ ബഡ്സ് എയർ 7ൻ്റെ ബോക്സ് നിങ്ങൾക്ക് കാണുന്നത് ഓൾറെഡി കണ്ടായിരിക്കും. അത്ര ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ഒന്നല്ല. അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് സ്പെക്സും കളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കളറാണ്, 2 കളറിൽ അവൈലബിൾ ആണ്. 52 ഡെസിബിൾ വരെ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ അവൈലബിൾ ആണ്. 52 അവർ പ്ലേ ബാക്ക് നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 12.4 mm ഡീപ് ബാസ് ഡ്രൈവർ. ഇതിൻ്റെ നമ്മൾ ഈ റിയൽമിയുടെ ബഡ്സ് നമ്മൾ 4 വരെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ റിയൽമി ബഡ്സ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ IP55 ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. പിന്നെ 360 സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്. ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ 2.0 സപ്പോർട്ടും വരുന്നുണ്ട്. അത് ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ട് വരുന്നൊരു മോഡലാണ്. ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് ഒക്കെ 5000 രൂപയാണ്. അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു പകുതി, ഓൾമോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 60% ഡിസ്കൗണ്ട് ആയിട്ടാണ് MRPയിൽ വരുന്നത്. നമുക്കിപ്പോൾ ബൈയിങ് പ്രൈസ് ആയിട്ട് വരുന്നത്. നമുക്ക് ഇൻപുട്ട് വാട്ടേജ് വരുന്നത് 5 വാട്ട് 1 ആമ്പിയറിൻ്റെ ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഹൈ വാട്ടേജ് ഉള്ള ചാർജർ ഉപയോഗിക്കാണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ബോർഡ് അടിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇപ്പം എല്ലാത്തിലും ഇൻബിൽഡ് ചിപ്പ് സപ്പോർട്ട് വരുന്നുണ്ട്. എന്നാലും ഒരു സേഫ്റ്റിക്ക് അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ ഈ മാനുഫാക്ചറിങ് ഇയർ ഒക്ടോബർ 2025. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സീലൊന്നും പൊട്ടിച്ചിട്ടില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ സീലൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു വേറെ കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്. അപ്പോൾ അതിന് കുറച്ച് പ്രൈസ് കൂടുതൽ കണ്ടു. അപ്പോൾ അതിൻ്റെ വേണ്ടാന്ന് വെച്ചു. എന്തായാലും നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ റിയൽമിയുടെ ലിങ്ക് ആപ്പാണ് ഇതിന് വേണ്ടത്. നിങ്ങൾ ഓൾറെഡി ഫോൺ നിങ്ങളുടെ റിയൽമി ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആപ്പൊന്നും വേണ്ട. അപ്പം ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്ന ഇപ്പോൾ 2 ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങും പിക്സലും ആണ്. അപ്പോൾ പിന്നെ എന്തായാലും അതിന് സെപ്പറേറ്റ് ആപ്പ് വേണ്ടി വരും. ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ബോക്സ് കണ്ടൻറ്റ് ഫുള്ള് നമ്മൾ എടുത്തു കിട്ടാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സാധനം ഒന്നും ഇല്ലാത്ത പോലെയാണ് അതിൻ്റെ വെയിറ്റ്. ഇതാണ് നമ്മുടെ ഇത് വരുന്നത്. ബോക്സിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഒരു എന്താ പറയുക, ബുക്ക്ലെറ്റും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് 2 ഒരു ഇയർബഡും വരുന്നുണ്ട് കേട്ടോ. എനിക്ക് നോർമലി എൻ്റെ ഒരു ഇയറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി ഡിഫോൾട്ട് വരുന്ന മോഡൽ പറ്റുന്നതാണ്. അപ്പം ഞാൻ അത് നോക്കുന്നില്ല, എനിക്കത് പറ്റേണ്ടതാണ്.
അപ്പോൾ ഞാൻ അതിൻ്റെ സീല് പൊട്ടിച്ചു. ഇതൊരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രേ കളറാണ് കേട്ടോ സാധനം വരുമ്പോൾ. പ്ലാസ്റ്റിക് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ വെയിറ്റ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് റിയൽമിയുടെ ബ്രാൻഡിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. താഴെയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധനം കാണാം. ലൈറ്റ് അവിടെ തന്നെയാണ് ഉണ്ടാകുക. ലൈറ്റ് അവിടെ തന്നെയാണ്, ഗ്രീൻ കളറാണ്. അപ്പോൾ ലൈറ്റ് ചാർജിങ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നതിൽ നമുക്കൊരു അവർ നമുക്ക് ഇവിടെ ചാർജിങ് ആവാണ്ടിരിക്കാനുള്ള പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അത് ഊരിക്കളയാൻ മറക്കരുത്, അല്ലെങ്കിൽ TWS ചാർജ് ആവില്ല. ഐ കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല കേട്ടാ. ഒരു ചെറിയൊരു ഇത് കാണുന്നുണ്ട് നിങ്ങൾക്ക്. അത് എടുത്താൽ കഴിഞ്ഞാൽ മാത്രമേ ചാർജ് ആവുള്ളൂ. ഉള്ളിൽ നമുക്ക് ചെറുതായിട്ട് ഇതാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത്. നമ്മുടെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ടോപ്പ് നോച്ച് തന്നെ പറയാം കേട്ടോ. ബാക്കിലാണ് നമുക്ക് Type-C പോർട്ട് വരുന്നത്. ഇവിടെ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പെയർ ചെയ്ത് നോക്കാം. എനിക്ക് ആ ആപ്പൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടൊന്ന് തിരിച്ചു വരാം കേട്ടോ. അപ്പം നമ്മുടെ റിയൽമിയുടെ ഈ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആപ്പ് വരുന്നത്. ഞാൻ അതിൻ്റെ റിയൽമി ലിങ്ക് എന്ന് പറഞ്ഞ ആപ്പാണ്. ഓൾമോസ്റ്റ് ഒരു 100 MB സൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പെയർ ചെയ്യണം. അപ്പോൾ പെയർ ചെയ്യാനുള്ള സംഭവം എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് റിയൽമി ബഡ്സ് എയർ എന്നൊക്കെ സംഭവമൊക്കെ കാണിക്കും. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പേര് ഏതാണെന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ പേര് നോക്കുക, റിയൽമി ബഡ്സ് എയർ 7 എന്നാണ് പേര്. അപ്പോൾ ഇതിൽ നമുക്ക് റിയൽമി ബഡ്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ എയർ 7 കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എയർ 7, എയർ 5 ഒക്കെ കാണുന്നുണ്ട് ഇതിൽ. അപ്പോൾ മൈ ഡിവൈസിലോ അല്ലെങ്കിൽ മുകളിലൊരു ഇൻഡു മാർക്ക് ഉണ്ട്, അവിടെ കയറിയാൽ മതി. ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യുക, ലൊക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് ഓഡിയോ പോയാൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് എയർ 7 ഇവിടെ കാണാൻ കണ്ടു. അപ്പോൾ ഇതിൽ ഇത് സാധനം തുറന്നു വെച്ചാൽ മതി. മിക്ക അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഇത് തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ദി ഇയർബഡ് കേസ് ആൻഡ് പ്രസ് ആൻഡ് ഹോൾഡ് ദ മൾട്ടിഫംഗ്ഷൻ ബട്ടൺ ഫോർ 3 സെക്കൻഡ് എന്ന് പറയുന്നത്. ഇത് എന്താ വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ ഇത് റിയൽമിയുടെ ഫോണല്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് സ്റ്റെപ്പ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഗൂഗിൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ തുറന്ന ഉടനെ തന്നെ കാണിച്ചുകൊണ്ട് കണക്ട് കൊടുത്തു ഞാൻ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തുള്ളത്, പറഞ്ഞ പോലെ ബട്ടൺ അമർത്തിയൊന്നുമില്ല. അപ്പോൾ കണക്റ്റിങ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എന്താ പറയുക, ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയറിംഗ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഡിവൈസ് കണക്ട് ആയി കണ്ടു. അപ്പോൾ ഇനി നമുക്ക് ഡൺ ആയി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ കാണിക്കും. ഓൾമോസ്റ്റ് റിയൽമീൻ്റെ ആപ്പിൽ അവർ ഈ എന്താ പറയുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് പാട്ടുകളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. എന്നാലും നിങ്ങൾക്കിത് കാണിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ സംഭവം നമ്മുടെ TWS ആണല്ലോ. അപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ഞാനതിൻ്റെ ഒന്നുകൂടി ബ്രൈറ്റ്നസ് കുറയ്ക്കാം. ഇതിൽ നമുക്ക് ഇതുപോലെ ആപ്പ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണാം. എത്ര % ചാർജ് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ വേണോ അത് ഓഫ് വേണോ, ട്രാൻസ്പെറൻസി ഓഫ് വേണോ ഓൺ വേണോ എന്നൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഡൈനാമിക് ഓഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് നിങ്ങളുടെ ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ ഫോൺ മോഡൽ അനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഡൈനാമിക് സപ്പോർട്ടൊക്കെ ഉണ്ട്, ഹൈ ഡെഫിനിഷൻ ഓഡിയോ സപ്പോർട്ടും ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാൻ പറ്റും. അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ യുവർ ഫോണാണ്. ഡൈനാമിക് ഓഡിയോ, അതുപോലെ തന്നെ നമുക്ക് EQ മോഡും വരുന്നുണ്ട്, ക്ലിയർ ബാസ് എന്നൊക്കെ പറഞ്ഞിട്ട്, വോയിസ് എൻഹാൻസർ മോഡ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഡിയോ സപ്പോർട്ട് കണ്ടു. സ്പെഷ്യൽ ഓഡിയോ സപ്പോർട്ട് ടേൺ ഓൺ ചെയ്യാം നമുക്ക്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഗെയിം മോഡ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവരും ഇപ്പം നമുക്ക് വേണ്ട. പിന്നെ ഇതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ ഫീച്ചേഴ്സിൽ വരുന്നുണ്ട്. ഡ്യുവൽ മോഡ് കണക്ഷൻ, ഇയർ ഫിറ്റ് ടെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഫൈൻഡ് മൈ ഫോൺ, ആ പരിപാടികളൊക്കെ ഇവിടെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഫിറ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ ഈ ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്. അപ്പം എനിക്ക് കറക്റ്റാണ് കേട്ടോ, എനിക്ക് ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നോയ്സ് ക്യാൻസലേഷൻ കിടലാണ് കേട്ടോ. നമ്മുടെ AC സൗണ്ടൊക്കെ കട്ടാവുന്നുണ്ട്, അതെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. നോയ്സ് ക്യാൻസലേഷൻ അതിൻ്റെ ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ സംഭവമൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് ഞാൻ എൻ്റെ ഓൾറെഡി ഗാന സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ നമ്മുടെ ജനനായകലത്തെ പാട്ടും അതുപോലെ തന്നെ എന്താ പറയുക സർവ്വമയലത്തെ പാട്ടൊക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കേൾക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കേൾക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക ലൈവ് റിയാക്ഷൻ കാണാൻ പറ്റില്ല. എവിടെ പോയി ഗാന കാണാമല്ലോ, അല്ല ഗാനല്ല സാവനാന്നുകൊണ്ട് വെറുതെ അല്ല കാണാത്ത. ജിയോ 7 Pro അതിലുണ്ട്. ഞാൻ ഈ സർവ്വമയലത്തെ ഈ പാട്ട കേൾക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. അത് ഞാൻ മുമ്പും പറയാറുള്ളതാണ്. ഈ ഓപ്പോ ആയിക്കോട്ടെ, വിവോ ആയിക്കോട്ടെ, റിയൽമി ആയിക്കോട്ടെ, OnePlus ആയിക്കോട്ടെ, സൗണ്ട് ക്വാളിറ്റി ഒക്കെ ടോപ്പ് നോച്ചാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നമുക്ക് തിയേറ്റർ എഫക്റ്റ് പോലെ കിട്ടും. ബാസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ സാധനം എടുക്കാം കേട്ടോ. സൂപ്പർ ക്വാളിറ്റി, ഒന്നും പറയാല്ല.
നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കാണാം, അത്രേ ഉള്ളൂ, ഇത്രേ വെച്ചിട്ടുള്ളതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് പാട്ടും കേട്ട് വോയിസ് നമുക്ക് കോളിംഗ് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാട്ടാ. അപ്പോൾ നമ്മൾ അത്യാവശ്യം പാട്ട് കേട്ട് നോക്കി, ടെസ്റ്റ് ചെയ്തു, വീഡിയോ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഗെയിമിങ് ചെറുതായിട്ടൊക്കെ നോക്കി. ഗെയിമിംഗ് മോഡ് ഇടുമ്പോൾ വലിയ ലാറ്റൻസി കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗെയിമിങ്ങിനായാലും നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കാം. അതുപോലെ തന്നെ കോളിംഗ് ആയാലും അത്യാവശ്യം നല്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിന് നോയ്സ് ക്യാൻസൽ അത്യാവശ്യം നല്ല പോലെ നോയ്സ് റിഡ്യൂസ് ആവുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹെവി നോയ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ രക്ഷയില്ല. പക്ഷെ അല്ലാത്ത പക്ഷം നല്ല പോലെ നോയ്സ് കട്ടും വരുന്നുണ്ട്. നോയ്സ് കട്ട് എന്ന് പറഞ്ഞാൽ അനാവശ്യമുള്ള നോയ്സുകളൊക്കെ കട്ട് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ വോയിസ് കോളൊക്കെ അത്യാവശ്യം നല്ലപോലെ ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ 3000 രൂപ 3000-ന് താഴെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം കണ്ണും പൂട്ടി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ OnePlus കണ്ടെടുക്കാം. ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം, നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ടാഗിങ് കൊടുക്കാം. അല്ലെങ്കിൽ അത് ഫ്ലിപ്കാർട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ ആമസോണിൻ്റെ ടാഗിങ് കൊടുക്കാം. ഇതിൻ്റെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, നമ്മുടെ എന്താ പറയുക, ഓൾറെഡി വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് ഫ്ലിപ്കാർട്ട് ടാഗിങ് വരുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റിയൽമി ബഡ്സ് എയർ 7ൻ്റെ ഒരു ഇനീഷ്യൽ അൺബോക്സിങ് അല്ലെങ്കിൽ ഇനീഷ്യൽ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാൻ. സാധനം കൊള്ളാട്ടോ, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. സിംഗിൾ ഹാൻഡിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷെ പറ്റുന്നുണ്ടോ. ഇതെന്താ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണല്ലോ. നമ്മുടെ ഈ OnePlusൻ്റെ അവരുടെ ഒരു പ്രോ മോഡലാണില്ലേ, ആ റേറ്റ് കൂടിയത് 12,000 രൂപയുടെ സാധനം, അതേ ഡിസൈനായിട്ട് വരുന്ന സംഭവമാണ്. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 5000 രൂപ 6000 രൂപ വെറുത്ത് വരുന്ന ഒരു TWSൻ്റെ ഒരു ഫീൽ വരുന്നുണ്ട് കേട്ടോ. അത് എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല ഹൈ റെസൊല്യൂഷൻ എല്ലാ സപ്പോർട്ടും വരുന്നുണ്ട്. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് ബാറ്ററി ബാക്കപ്പ് മാത്രമുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിൽ പറയാം. അത്യാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്തുള്ള കാണാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ് കേട്ടോ. അടുത്ത് കാണാം. ബൈ.